നമസ്കാരം ബാബു. കഴിഞ്ഞ ദിവസങ്ങളിൽ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെയും അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെയും കൂടി ഒരു കമ്പയർ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന് താഴെയായിട്ട് ഒത്തിരി മോശത്തായ രീതിയിലുള്ള കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒന്ന് പ്രതികരിച്ചുകൊണ്ട് വീണ്ടും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ വമ്പൻ ഹിറ്റായിട്ടുള്ള ഒരു സോങ് ഉണ്ട്, ഉസിരെ എന്ന് പറയുന്ന ആ ഒരു സോങ്ങിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വീണ്ടും അതിന് താഴെയായിട്ട് അനിരുദ്ധ് എന്ന് പറയുന്ന ആ വലിയൊരു ഫാൻസുകാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഈ അനിരുദ്ധ് ഫാൻസുകാർക്ക് എന്തുകൊണ്ടാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ അംഗീകരിക്കാൻ സാധിക്കാത്തത് എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഈ അനിരുദ്ധ് ഫാൻസിന്റെ ഒത്തിരി പ്രതികരണങ്ങളെ മറികടന്നുകൊണ്ടാണ് എ ആർ റഹ്മാൻ റായൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിലെ വമ്പൻ ഹിറ്റ് സോങ് മീഡിയകളിൽ തരംഗമായ ഒരു സോങ് ആണ് ഉസിരി എന്ന് പറയുന്നത്. ആ ഒരു സോങ്ങിനെ മറികടക്കാൻ അനിരുദ്ധ് പോലൊരു മ്യൂസിഷ്യന് സാധിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ നേരിൽ കണ്ടതാണ്, കാതുകൊണ്ട് കേട്ടതാണ്. ഇപ്പൊ തിയേറ്ററിൽ തരംഗമാണ് റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ എ ആർ റഹ്മാന്റെ ആ ഒരു മാജിക്കൽ വോയിസ്, മാജിക്കൽ മ്യൂസിക്, മാജിക്കൽ സോങ്. അപ്പൊ ഞാൻ ചെയ്തിരുന്ന ആ ഒരു വീഡിയോക്ക് താഴെയായിട്ട് ഒത്തിരി അപേക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു. അപേക്ഷ എന്ന് പറയുന്ന കാരണം പ്രേക്ഷകർ പറഞ്ഞു ഇനി ഒരിക്കലും ഈ പറയുന്ന അനിരുദ്ധമായിട്ട് എ ആർ റഹ്മാനെ കമ്പയർ ചെയ്യരുത്, ദൈവത്തെ ഓർത്ത് എന്നുള്ള ഒരു കമന്റ്സ് ഞാൻ വായിക്കേണ്ടായി. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ അനിരുദ്ധും എ ആർ റഹ്മാൻ തമ്മിലുള്ള കമ്പയറിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ഇറക്കിയത്. തീർച്ചയായിട്ടും ഈ റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ നേരിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ടു നോക്കാമോ. എടുത്തു പറയാനുള്ള നമ്മുടെ എ ആർ റഹ്മാന്റെ സംഗീതം അടിപൊളി, വേറെ ലെവലാണ്, വേറെ ലെവല്. കാരണം നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും, നമ്മളെ രോമ എണീറ്റ് നിൽക്കും. അതിഗംഭീര എ ആർ റഹ്മാനെ വെല്ലാനായിട്ട് ആരും വളർന്നിട്ടില്ല. ഇപ്പൊ എ ആർ റഹ്മാനാണ് പാട്ടിന്റെ ഈ സിനിമയിലെ പാട്ടാണ് ഇപ്പൊ റീൽസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ. ഞാൻ റീൽസ് ചെയ്യാൻ പോണ്. എവിടെയാണ് അനിരുദ്ധ് ഫാൻസുകാരെ കേട്ടില്ല, നേരിട്ട് പ്രേക്ഷകന്റെ നേരിട്ടുള്ള അഭിപ്രായമാണത്. നിങ്ങൾ മാനിക്കേണ്ടതായിട്ട് തന്നെ വരും. തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ ലെവലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. രോമോ ഉണരോന്നാ ആ എ ആർ റഹ്മാന്റെ മ്യൂസിക്കും കൂടെ അണ്ണം വരുമ്പോ കേൾക്കാൻ വേണ്ടല്ലേ, എന്റെ അമ്മ കാണിക്കും. എണീറ്റ് അങ്ങ് നിൽക്കും, എണീറ്റ്. ഇനി ഡീസൽ വെച്ചു എന്തായാലും നമ്മൾ ഈ എ ആർ റഹ്മാനെയും ഈ പറയുന്ന അനിരുദ്ധിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയില്ല. തീർച്ചയായിട്ടും ആ ഒരു പ്രേക്ഷകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തുറന്നൊരു കാര്യം പറഞ്ഞു. അനിരുദ്ധും എ ആർ റഹ്മാനും തമ്മിലുള്ള ഒരു മ്യൂസിക്കിന്റെ ഒരു വളരെയധികം ഒത്തിരി വിവാദങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അനിരുദ്ധിന്റെ മ്യൂസിക് ആണോ എ ആർ റഹ്മാന്റെ മ്യൂസിക് ആണോ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയാൻ സാധിക്കും? അനിരുദ്ധിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് പഴയ നമ്മുടെ സോങ്ങുകളൊക്കെ എടുത്ത് അതിന്റെ BGM ഒക്കെ കയറ്റി പുള്ളി വേറെ ലെവലാക്കിയാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. ആ കോപ്പിയാണ്, അത് കോപ്പി തന്നെയാണ് കൊണ്ടുവന്നത്. പുള്ളി എല്ലാം കംപ്ലീറ്റ് എടുത്ത് BGM കംപ്ലീറ്റ് കോപ്പി അടിച്ച് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോപ്പി ആ പ്രേക്ഷകനടക്കം പറഞ്ഞ കോപ്പിയാണ് എല്ലാ സോങ്ങും. പക്ഷെ എ ആർ റഹ്മാന്റെ സംഗീതം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം നമ്മളെ ഹാർട്ട് ഇങ്ങനെ തുറന്ന് വരുമ്പോലത്തെ സംഗീതമാണ് എ ആർ റഹ്മാന്റെ. പിന്നല്ലാതെ വേറെ ലെവല്. നമ്മുടെ ആടുജീവിതത്തിൽ തന്നെ ഉണ്ടല്ലേ പെരിയോൻ എന്നുള്ള സോങ് ഒക്കെ വേറെ ലെവലാക്കിയില്ല. അയാൾ മലയാളത്തിൽ വന്നു, അയാൾ ഇപ്പൊ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. മക്കളെ കേക്ക് ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം തമിഴിൽ നിന്ന് വന്ന് മലയാളത്തിൽ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിരുദ്ധ് ഫാൻസുകാരെ നിങ്ങൾ പോലെ കുറച്ച് പ്രേക്ഷകരുടെ ഒരു കുറച്ച് വിശേഷം കൂടിയുണ്ട്. നിങ്ങളത് കണ്ട് കേട്ടിട്ട് എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടണോട്ടാ, മറക്കരുതേ. അനിരുദ്ധിന്റെ മ്യൂസിക് ആണോ എ ആർ റഹ്മാന്റെ മ്യൂസിക് ആണോ? വ്യത്യാസം വന്നെങ്കിൽ ഇന്ത്യൻ മാത്രം ഒന്ന് കണ്ടാൽ മതി. അനിരുദ്ധിന്റെയും റഹ്മാനും ചെയ്ത വർക്ക് കാണണമെങ്കിൽ ഇന്ത്യൻ ടു ഒന്ന് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. എവിടെ ആഫ്റ്റർ വർക്ക് നോക്കിയപ്പോൾ നോക്കിയാൽ മതി. കേട്ടില്ലേ ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞത്? ആ ഒരു സിനിമയിലെ ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി കേട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകരോട് തന്നെ ഇടിക്കും എന്നാണ് പറഞ്ഞേക്കണം. അതുകൊണ്ട് ഞാൻ ഇനി കേൾക്കണില്ല. പാട്ട് എന്ന് മനസ്സിലായി താത്താ വരുത്. അനിരുദ്ധിന്റെ BGM തിയേറ്റർ കുളിക്കാനുള്ള ഒരു അടിപൊളി സോങ്ങുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത് ശരിയാണ്? ഇല്ല, അനിരുദ്ധ് കഴിവുള്ളത് തന്നെയാണ്. പക്ഷെ റഹ്മാന്റെ ആ ഒരു കമ്പയർ ചെയ്യാൻ വെച്ചാൽ ഒരു 70 മാർക്ക് വരെ കൊടുക്കാൻ പറ്റുള്ളൂ 100-ല്. ഈ പറയുന്ന അനിരുദ്ധിനെ കൂട്ടുന്ന ചവിട്ടി താഴ്ത്താതിന് ഈ പറയുന്ന ആ ഒരു പ്രേക്ഷകൻ സംസാരിച്ചു. ആ പ്രേക്ഷകൻ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, അവസാനമല്ല ഈ പറയുന്ന ആ വീഡിയോന് പകുതി എത്തിയപ്പോ പറഞ്ഞത് അനിരുദ്ധിന് ഒരു 100-70% മാർക്ക് വരെ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എ ആർ റഹ്മാന്റെ ആ ഒരു ലെവലിൽ എത്ര ഇത്തിരി പണിയെടുക്കണമെന്നാണ് പറഞ്ഞത്. നല്ല വർക്കിന് ഒരു മോശം പറയാനില്ല. പക്ഷെ റഹ്മാന്റെ അത്രയും ക്രാഫ്റ്റ് വിളിക്കില്ല. അനിരുദ്ധ് ഫാൻസ് വീണ്ടും കേട്ടോ പ്രേക്ഷകൻ പറഞ്ഞത്. വേറൊരു പ്രേക്ഷകനാണ്ടത് റഹ്മാന്റെ അത്രയും പോരാ മോനെ. എന്നാലും ഈ സാധാരണ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായത്തെ ചിലപ്പോ ഈ പറയുന്ന അനിരുദ്ധ് ഫാൻസ് ആയിട്ട് തള്ളി പറയും. ഈ അങ്ങനെയൊന്നുമല്ല, വെറുതെ പറയിപ്പിച്ചാന്നൊക്കെ പറയും. അപ്പൊ നമ്മള് ദിവസം തന്നെ റിലീസായ സീക്രട്ട് എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ നടിയോട് തന്നെ നമുക്ക് ചോദിച്ചളയാം. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എങ്ങനെ പറയാം? എനിക്ക് രണ്ടാളുടെയും പല പാട്ടുകളും ഇഷ്ടം. പാട്ടിനോടല്ലേ ആളുകളെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നതിലും നല്ല. പക്ഷെ ആ ഒരു നടി നമുക്ക് പിടിയായിരുന്നുണ്ടായില്ല. തീർച്ചയായിട്ടും ഞാൻ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. പാട്ടുകൾ നോക്കി ഇഷ്ടപ്പെടുന്നത്
ഹൃദയം കീഴടക്കിയ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ റഹ്മാൻ സോങ്സിനോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. പോരട്ടെ സത്യം തുറന്നു പറഞ്ഞു. പക്ഷെ ചില വൈബ് നമുക്ക് അനിരുദ്ധിന്റെ ഇഷ്ടമാവും. ആ ഒരു നടി സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. ചില വൈബുകൾ മാത്രം, ചില എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, ചില വൈബുകൾ മാത്രമാണ് അനിരുദ്ധിന്റെ സോങ്ങുകൾ സ്വീകരിക്കാറുള്ളത്. അപ്പൊ എനിക്ക് ഈ അനിരുദ്ധ് ഫാൻസായോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. പ്രേക്ഷകർ ചോദിച്ചതിന്റെ ഒരു ചോദിക്കണോ. ഈ പ്രേക്ഷകർ ഡയറക്ട്ലി പറഞ്ഞിരിക്കുന്നത് അനിരുദ്ധ് മുമ്പ് ചെയ്തിരിക്കുന്ന ഒത്തിരി പാട്ടുകൾ പക്ക കോപ്പിയാണെന്നാണ്. ശരിയാണോ? അപ്പൊ ഈ ഒരു വീഡിയോന് താഴെ പക്ക അനിരുദ്ധ് ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക കമന്റ് ബോക്സിൽ. ഐ ആം വെയിറ്റിംഗ്.